27 ബുധനാഴ്ചയാണ് പത്മിനി ഏകാദശി. ഈ വർഷത്തെ പത്മിനി ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കുന്ന അതിമനോഹരമായ കാലമായ പുരുഷോത്തമ മാസമാണിത്. അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു അധിക മാസം വരാറുണ്ട്. ഈ അധിക മാസത്തെ ആരും ഒരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപമാനിതനായ ഈ മാസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്നിധിയിലെത്തി തൻ്റെ സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പേരായ പുരുഷോത്തമൻ എന്ന നാമം ഈ മാസത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇന്നു മുതൽ ഈ നാമത്തിലായിരിക്കും അറിയപ്പെടുക. കൂടാതെ നിന്നെ ഭക്തിയോടുകൂടി ആരാചരിക്കുന്നുവോ അവർക്ക് ഞാൻ പ്രത്യേക ഫലങ്ങൾ നൽകും. കൂടാതെ ആരാണോ ഈ മാസത്തെ നിന്ദിക്കുന്നത് അവർ അതിൻ്റെ ഫലവും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അനുഗ്രഹിച്ചു. ഈ വർഷം മെയ് 17 മുതൽ ജൂൺ 15 വരെയാണ് പുരുഷോത്തമ മാസം. ഈ പുരുഷോത്തമ മാസത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് ഈ ഏകാദശി പുരുഷോത്തമ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വളരെയധികം ഫലങ്ങളുണ്ട്. നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം കഷ്ടതകൾ, ദുഃഖദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ ആശ്വാസദായകവും ഫലപ്രാപ്തിയുമാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച അതികാലെ 5:10 അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ 6:21. അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും വരുന്ന ബുധനാഴ്ചയാണ്. പുരുഷോത്തമ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ മാസത്തിൽ നമ്മൾ ഏതൊരു നാമം ചൊല്ലിയാലും, ഏതൊരു പൂജ ചെയ്താലും, ഏതൊരു വഴിപാട് ചെയ്താലും അതിനൊക്കെ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി കൂടുതൽ ഫലങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഈ മാസത്തിൻ്റെ ഫലത്തെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മൾ അതിനെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിന് ഉദാഹരണമായി പുരാണങ്ങൾ പറയുന്നത് ദ്രൗപദിയുടെ കഥയാണ്. ദ്രൗപദി തൻ്റെ മുജ്ജന്മത്തിൽ മേധാവി മഹർഷിയുടെ മകളായിരുന്നു. മേധാവതി എന്നായിരുന്നു പേര്. വളരെ സുന്ദരിയായിരുന്നു. എന്നാൽ മേധാവി മഹർഷി തൻ്റെ മകളുടെ വിവാഹപ്രായമായപ്പോഴേക്കും മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മേധാവതിയെ വിവാഹം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ ദുഃഖിതയായ ഒറ്റപ്പെട്ട മേധാവതിയുടെ മുന്നിൽ ദുർവാസവ മഹർഷി എത്തുകയാണ്. മേധാവതിയോട് പുരുഷോത്തമ മാസത്തിൻ്റെ പുണ്യവും പ്രത്യേകതയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ മേധാവതി അതൊക്കെ കേട്ടെങ്കിലും ആ മാസത്തെപ്പറ്റി അത്ര വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഇത് മനസ്സിലാക്കിയ ദുർവാസവ മഹർഷി പുരുഷോത്തമ മാസത്തെ നിന്ദിച്ചതിന് അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് മേധാവതിയെ ശപിക്കുകയാണ്. ശാപം കേട്ട മേധാവതി ദുർവാസവ മഹർഷിയോട് ശാപമോക്ഷം തരണമെന്ന് കരഞ്ഞപേക്ഷിച്ചു.
ഒടുവിൽ അതിന് പരിഹാരമായി ദുർവാസാവ് മഹർഷി പരമശിവനെ തപസ് ചെയ്യാൻ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ലൊരു ഭർത്താവിനെ ലഭിക്കാൻ ആവശ്യപ്പെടാനും പറഞ്ഞു. അങ്ങനെ ശാപമോക്ഷം കൊടുത്ത് ദുർവാസാവ് മഹർഷി മടങ്ങി. അങ്ങനെ മേധാപതി വർഷങ്ങളോളം തപസ് ചെയ്തു. സന്തുഷ്ടനായ ശിവഭഗവാൻ മേധാപതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ആ ഒരു സന്തോഷത്തിൽ മേധാപതി തനിക്കൊരു നല്ല ഭർത്താവിനെ വേണമെന്ന് 5 തവണ പറഞ്ഞു. ശിവഭഗവാൻ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പക്ഷേ പുരുഷോത്തമ മാസത്തെ നിന്ദിച്ചതുകൊണ്ട് തന്നെ മേധാപതിക്ക് ആ ജന്മത്തിൽ വിവാഹം നടന്നില്ല. അടുത്തൊരു ജന്മത്തിൽ മേധാപതി ദ്രൗപദിയായി പുനർജനിച്ചു. ആ ജന്മത്തിൽ ദ്രൗപദിക്ക് ഒരേ സമയം 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാവുകയും ചെയ്തു. വനവാസകാലത്ത് ദ്രൗപദിയും പാണ്ഡവരെല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം ഈ അധിക മാസത്തിൽ വരുന്ന പുരുഷോത്തമ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ കഥയിൽ നിന്ന് തന്നെ നമുക്ക് പുരുഷോത്തമ മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കോ വഴിപാടുകൾക്കോ നാമജപത്തിനോ ഒക്കെ ഫലം കിട്ടുമോ എന്ന യാതൊരു സംശയം പാടില്ല. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തിക്കും ഇരട്ടി ഫലം ഈ പുരുഷോത്തമ മാസത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്രാവശ്യം ഏകാദശി വ്രതം 2 ദിവസത്തേക്കാണ് വരിക. ചൊവ്വാഴ്ച ഏകാദശി തിഥി ഉള്ളതിനാൽ അരിയാഹാരം ഒന്നും പാടില്ല. മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ബുധനാഴ്ചയാണ് പൂർണ്ണമായും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. വളരെ 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 പുണ്യമായ ഏകാദശി ആയതുകൊണ്ട് തന്നെ സാധിക്കുന്നവരൊക്കെ ഉപവാസമായി എടുക്കാൻ ശ്രമിക്കുക. സാധിക്കാത്തവർ അരി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ ഒഴിവാക്കി ലഘുഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പാലും പഴമോ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പാൽ, വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ, മണ്ണിനടിയിൽ പിടിച്ച കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി, ചൗവരി തുടങ്ങിയ ലഘുഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ്. ഏതൊരു വ്രതം എടുക്കുമ്പോഴും അവരവരുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് വേണം വ്രതം അനുഷ്ഠിക്കാൻ. ഇനി ഏകാദശി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാന കാര്യം ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനഃശുദ്ധിക്കാണ് ഏറ്റവും പ്രാധാന്യം. വ്രതകാലത്ത് മറ്റുള്ളവരെ കളിയാക്കുക, വേദനിപ്പിക്കുക, ദുഷിച്ച വാക്കുകൾ പറയുക, നിന്ദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർ നോൺ വെജ് ഭക്ഷണമൊക്കെ ഒഴിവാക്കി ക്ഷേത്രത്തിലോ വീട്ടിലിരുന്നോ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി വ്രതപുണ്യം നേടാവുന്നതാണ്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന് ഒരു നെയ്ദീപം കൊളുത്താൻ മറക്കരുത്. കൂടാതെ എന്തെങ്കിലും നൈവേദ്യം ഭഗവാന് സമർപ്പിക്കാനും ശ്രമിക്കുക. പുരുഷോത്തമ മാസത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് ഭഗവാന് 33 വിളക്ക് സമർപ്പിക്കുന്നത് അതിവിശിഷ്ടമാണ്. 33 മൺചിരാതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ 33 തിരി, അതായത് പഞ്ഞി ചെറുതായി വളരെ നേർത്ത് 33 എണ്ണം എടുത്ത് അവ യോജിപ്പിച്ച് ഒറ്റ വിളക്കായിട്ട് നമ്മൾക്ക് കൊളുത്താവുന്നതുമാണ്.
ഈ 33 എണ്ണത്തിന് പുരുഷോത്തമ മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം 33 മാസം വരുമ്പോഴാണ് ഈ അധിക മാസമായ പുരുഷോത്തമ മാസം വരുന്നത്. മറ്റൊരു പ്രത്യേകത 33 ദേവതകളെയാണ്. അതായത് അഷ്ടവസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 2 അശ്വിനി കുമാരന്മാർ, ഇവരെയും ഈ 33 എണ്ണം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന നൈവേദ്യവും 33 എണ്ണമാണെങ്കിൽ ബഹുകേമമാണ്. അതായത് 33 ചെറുപഴമോ അല്ലെങ്കിൽ 33 ഉണ്ണിയപ്പം, 33 ലഡു, അല്ലെങ്കിൽ മറ്റ് എന്തായാലും മതി. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഭഗവാൻ സമർപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ ഏകാദശി വ്രതത്തിലും ഒരു വ്രതമഹാത്മ്യ കഥയുണ്ട്. ഈ വ്രതമഹാത്മ്യ കഥ അന്നേ ദിവസം കേൾക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴാണ് നമ്മളുടെ വ്രതം പൂർണ്ണമാകുന്നത്. ഈ ഏകാദശിയുടെ വ്രതമഹാത്മ്യ കഥ ഏതെന്ന് നോക്കാം. ത്രേതായുഗത്തിൽ മഹിഷ്മതി എന്ന നഗരം ഭരിച്ചിരുന്നത് കൃതവീര്യ എന്ന രാജാവായിരുന്നു. വളരെ നീതിമാനും ദയാലുവായ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വളരെയധികം ഒരു സങ്കടം ഉണ്ടായിരുന്നു. സന്താനഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ പത്നിയായ പത്മിനിയോടൊപ്പം മലമുകളിൽ തപസ് അനുഷ്ഠിക്കാനായി പോയി. അങ്ങനെ രാജാവ് 10,000 വർഷക്കാലം തപസ് അനുഷ്ഠിച്ചെന്നാണ് പറയുന്നത്. നീണ്ട തപസ്സിനെ തുടർന്ന് രാജാവ് മെലിഞ്ഞുണങ്ങി ശുഷ്കിച്ചു പോയി. ഇത് കണ്ട് അതീവ ദുഃഖിതയായി ഭാര്യയായ പത്മിനി. അങ്ങനെ അവിടെ വെച്ച് പത്മിനി അനസൂയ ദേവിയെ കാണുകയാണ്. അനസൂയ ദേവിയോട് പത്മിനി തൻ്റെ സങ്കടകഥകൾ വിവരിക്കുകയാണ്. ഇത് കേട്ട അനസൂയ ദേവി പത്മിനിയോട് പുരുഷോത്തമ മാസത്തിലെ ഏകാദശി വ്രതത്തിൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അനസൂയ ദേവിയുടെ നിർദ്ദേശപ്രകാരം പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ്. പത്മിനി അനുഷ്ഠിച്ച ഏകാദശി വ്രതമായതുകൊണ്ടാണ് ഈ ഏകാദശി നമ്മൾ പത്മിനി ഏകാദശി എന്ന് പറയുന്നത്. അങ്ങനെ പത്മിനി ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുകയാണ്. അതിൽ സംപ്രീതനായ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. പത്മിനി ഈ ഏകാദശിയുടെ പുണ്യം തൻ്റെ ഭർത്താവിന് നൽകണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ ആ വ്രതപുണ്യം രാജാവിന് നൽകുകയാണ്. എന്നിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. രാജാവ് വളരെ സന്തോഷത്തോടു കൂടി തനിക്ക് വളരെയധികം ബലവാനായ ഒരു മകനെ, അതായത് ദേവന്മാർക്കും രാക്ഷസന്മാർക്കും മനുഷ്യന്മാർക്കും തോൽപ്പിക്കാനാകാത്ത, അതായത് അങ്ങേക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാൻ സാധിക്കാവൂ, അങ്ങനെയുള്ള ഒരു ബലവാനായ മകനെ വേണമെന്ന് അപേക്ഷിക്കുകയാണ്. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ അവർക്ക് താമസിയാതെ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് കാർത്തിവീരാർജുനൻ. കാർത്തിവീരാർജുനൻ ഒരിക്കൽ രാവണനെ പോലും തോൽപ്പിച്ചു എന്നൊരു കഥയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഒരു പാപവും ചെയ്യാത്ത രാജാവിന് കുട്ടികൾ ഉണ്ടാകാതിരുന്നത്? രാജാവ് മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പോൾ പൂർവജന്മ പാപങ്ങളിൽ നിന്നുള്ള മുക്തി ഈ പുരുഷോത്തമ മാസത്തിലെ പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് വഴി രാജാവിന് ലഭിച്ചു. നമ്മുടെ ജീവിതത്തിലും അസാധാരണമായ
തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുജ്ജന്മ പാപഫലം കൊണ്ടാണ്. അപ്പോൾ മുജ്ജന്മ പാപഫലം മാറാൻ പത്മിനി ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ചാൽ മതി. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്, അല്ലേ? ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ബുധനാഴ്ച അതികാലെ 12:45 മുതൽ ഉച്ചയ്ക്ക് 12:55 വരെയുള്ള 12 മണിക്കൂർ സമയമാണ്. ഹരിവാസര സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് അതിവിശിഷ്ടമാണ്, അല്ലേ? എന്ത് നാമവും ചൊല്ലാം. ഓ നമോ ഭഗവതയെ വാസുദേവായ എന്നോ, ഓ നമോ നാരായണായ എന്നോ, അല്ലെങ്കിൽ ഹരിരാമ മന്ത്രം, വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം എന്തും ചൊല്ലാവുന്നതാണ്. നമുക്കറിയാവുന്ന എന്ത് നാമവും ചൊല്ലാം. പിന്നെ പുരുഷോത്തമ മാസമായതുകൊണ്ട് ഭഗവത്ഗീത ചൊല്ലുന്നത് അതിവിശിഷ്ടമാണ്. അതിൽ 15ാമത്തെ അധ്യായമായ പുരുഷോത്തമ യോഗം വായിക്കാൻ സാധിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. ഈ പുരുഷോത്തമ മാസം മുഴുവൻ വായിക്കാൻ സാധിച്ചാൽ അത് വളരെ 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 പുണ്യദായകമാണ്. ഇനി അങ്ങനെ വായിക്കാൻ സാധിക്കാത്തവർ ഈ ഏകാദശി ദിവസമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഇനി പുരുഷോത്തമ മാസത്തിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നാമമുണ്ട്. ഈ ഒരു നാമം ഈ ഏകാദശി ദിവസം 33 തവണ ചൊല്ലുന്നത് അതിവിശിഷ്ടമാണ്. നാമം ഇങ്ങനെയാണ്: ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവ മീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഞാനിതിവിടെ എഴുതിയിടാം. ഇത് ഈ ഏകാദശി ദിവസം 33 തവണയാണ് ചൊല്ലേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏകാദശി ദിവസം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതോടൊപ്പം 33 ദീപം തെളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 33 ദീപം തെളിക്കാൻ സാധിക്കാത്തവർ 33 പഞ്ഞിത്തിരി വളരെ നേർത്തതായിട്ട് എടുത്ത് 33 എണ്ണം എടുത്ത് അത് ഒരുമിച്ച് ഒരു ദീപമായിട്ടും കൊളുത്താം. അത് ക്ഷേത്രത്തിലോ വീട്ടിലോ കൊളുത്താവുന്നതാണ്. പിന്നീട് 33 തവണ ചൊല്ലേണ്ടുന്ന നാമത്തെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ചെയ്യേണ്ടുന്നത് ഏറ്റവും പ്രധാനമാണ്. ഭഗവത്ഗീതയിലെ 15ാമത്തെ അധ്യായം വായിക്കുന്നത് നിത്യവും പാരായണം ചെയ്യാൻ സാധിച്ചാൽ അതിവിശിഷ്ടമാണ്. ചൗരാഷ്ടകം ചൊല്ലുന്നതും കേൾക്കുന്നതും പുണ്യദായകമാണ്. ഈ പുരുഷോത്തമ മാസത്തിൽ ഭഗവാന് നിത്യവും നീതിഭാരതി എടുക്കാവുന്നതാണ്. ചൗരാഷ്ടകം ചൊല്ലാൻ അറിയാത്തവർ അത് യൂട്യൂബിലുണ്ട്. അത് പ്ലേ ചെയ്തിട്ട് ഭഗവാന് നീതിഭാരതി എടുക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്, വളരെ 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 പുണ്യദായകമാണ്. പിന്നീട് ഭഗവാന് 33 എണ്ണം വരുന്ന നൈവേദ്യം ചെയ്യാനൊക്കെ സാധിക്കുന്നവരൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഭക്തിപൂർവം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഭഗവാൻ ശ്രീഹരിയുടെ വിശേഷമായ അനുഗ്രഹം ലഭിക്കുന്ന ആ മനോഹരമായ പുരുഷോത്തമ മാസത്തിൽ എല്ലാവർക്കും ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പൊന്നു ഗുരുവായൂരപ്പൻ്റെ രാധാദേവിയുടെയും അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ യശോദാനന്ദൻ ഗോവിന്ദയിൽ.